എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? അപ്പോൾ മീനില്ലാതെ എങ്ങനെയാണ് നമുക്ക് മീൻ കറി നല്ല കിടിലായിട്ട് സൂപ്പറായിട്ട് വെക്കാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ കാട്ടിത്തരുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഫസ്റ്റ് മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് നമ്മൾ 2 സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ 3 തക്കാളി മുറിച്ചതിട്ട് കൊടുക്കുക. ഒരിക്കലും നല്ല വലുതായിട്ട് ഇടാനും പാടില്ല, ചെറുതായിട്ട് ഇടാനും പാടില്ല. നെക്സ്റ്റ് നമ്മൾ 3 പച്ചമുളക് നടു കീറിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 7 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നടു കീറിയിട്ടിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി മുറിച്ചതിട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇനിയും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ മാങ്ങ ചേർക്കുന്നുണ്ട്. മാങ്ങ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ കറിയിൽ എന്തെങ്കിലും കഴിക്കാനായിട്ട് വേണമെന്ന് കരുതിയിട്ടാണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഫൈനലി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലാണ് കേട്ടോ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. പിന്നെ നമ്മളൊരു സ്പൂണോ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് ഞരടി കൊടുക്കണം. എല്ലാ എന്താ പറയുക, സവാള ആയാലും തക്കാളി ആയാലും എല്ലാതിൻ്റെ ഇതിൽ നിന്ന് നീര് പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുറവാണെങ്കിൽ നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കാൻ കഴിയും. വെള്ളത്തിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത് നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ അടുപ്പത്ത് വെക്കാതെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു മൂടി നമ്മൾ പകുതിയായിട്ട് കവറിട്ട് അത് നല്ല തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം. ദെൻ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുളി പിഴിഞ്ഞ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കാരണം നമ്മൾ തക്കാളി ഇട്ടിട്ടും മാങ്ങ ഇട്ടിട്ടൊന്നും ആ പുളി ഇല്ലാതെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ പുളി ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് കിട്ടുന്നത്, അതുപോലെ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഇതിൽ പുളി നമ്മളെ വാളൻപുളി ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല. ഇനി ഈ കറി ഒന്നും കൂടിയും വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും തമ്മിൽ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, നമ്മളുടെ എല്ലാ സവാള ആയാലും തക്കാളി ആയാലും എല്ലാം നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വെന്ത് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അവസാനമായിട്ട് നമുക്ക് കറിയിലേക്കൊരു അരപ്പ് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ പേസ്റ്റ് ഇവിടെ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു തേങ്ങ അരപ്പ് എന്ന് പറയുന്നത് നല്ല അരഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു തേങ്ങ കടിക്കുള്ളൂ നമ്മൾ കറിയിൽ. അപ്പോൾ നന്നായി ഫൈൻ പേസ്റ്റ് പോലെ അരച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോൾ നമുക്ക് വീട്ടിൽ വേറെ ഒരു കറിയും ഇല്ലയെന്ന് വെച്ചാലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നല്ല രുചിയിൽ കഴിക്കാൻ കഴിയും. ഈ കറി ഉണ്ടായാൽ മതി, നമുക്ക് കുറേ അധികം തന്നെ ചോറ് കഴിക്കാം. പിന്നെ എന്താ, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഇതിലേക്ക് നമ്മൾ കറി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ വറ്റൽമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ. അത് നല്ല ബ്രൗൺ കളറാവും വേണം. എന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഈ കറിയിൽ ചേരുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുമ്പോൾ മാത്രമേ വറ്റൽമുളക് ആയാലും അതുപോലെ തന്നെ കറിവേപ്പിലായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ചെറിയ ഉള്ളിനേക്കാളും പെട്ടെന്ന് തന്നെ കരിയാനുള്ള ടെൻഡൻസി കൂടുതലാണ് വേപ്പിലേക്കും വറ്റൽമുളകിനും. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി നല്ല സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ അത് വെക്കാൻ. ഞങ്ങളുടെ ഇവിടെയൊക്കെ കറി തൂമിക്കുക എന്നാണ് പറയുക, ചില സ്ഥലത്ത് താളിക്കുക.
അപ്പോൾ എന്താണ് ഓരോ നാട്ടിൽ പറയാമെന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോൻ്റെ മുമ്പത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ നന്നായി ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ കിടിലം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി വിത്തൗട്ട് ഫിഷ് അതിവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം തന്നെ ചോറ് കഴിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് കൂടെ തന്നെ ആ ബെല്ലേക്കം പ്രസ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.